എൻ്റെ പേര് ചിത്ര. ഞങ്ങളിവിടെ ട്രിവാൻഡ്രം SFS ബെസ്റ്റ് ഹില്ലിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശിവൻ. സോ ഞങ്ങൾ 4 പേരാണ് ഫാമിലി. ഞങ്ങൾ 2 പേരും IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ഇൻറ്റീരിയർ ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടപ്പോൾ ആദ്യം തന്നെ കണക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആറേക്ക് കാണുന്നതും അങ്ങനെ ലാലേട്ടൻ്റെ വീട് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച ഭയങ്കര റേറ്റൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും, കാരണം അവിടെ ചെയ്ത ആൾക്കാരാണല്ലോ. എന്നാലും ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ കോട്ട് കിട്ടിയതും ഒക്കെ വളരെ റീസണബിളായിട്ട് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിജു ആയിരുന്നു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നത്. ഞങ്ങൾ ആദ്യം കണക്ട് ചെയ്തപ്പോൾ ഷിറ്റിനുമായിട്ടായിരുന്നു. അങ്ങനെ ഷിറ്റിൻ നമുക്ക് ഡിജുവിനെ കണക്ട് ചെയ്തു തന്നു. അങ്ങനെ പുള്ളിക്കാരനെ ഞങ്ങൾക്ക് എല്ലാ ഡിസൈൻസും എല്ലാം സജസ്റ്റ് ചെയ്തതും ഞങ്ങളങ്ങനെ ഒരിക്കൽ ആർക്കയുടെ ഓഫീസിൽ തന്നെ പോയിട്ട് എല്ലാം പ്ലാൻ ചെയ്തൊരു ഹാഫ് ഡേ അവിടെ ഇരുന്ന് എല്ലാം ഡിസൈഡ് ചെയ്തു, എല്ലാം കാണിച്ചു തന്നു. ഒരുപാട് സജഷൻസൊക്കെ ഡിജു തന്നെ പറഞ്ഞു തന്നായിരുന്നു. ഓരോ പോയിന്റിലും ഡിജു നമുക്ക് ഡെമോ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ചേഞ്ചസ് വേണം, സജഷൻസ് എല്ലാം ഡിജു ടൈംലി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മുടെ റിക്വയർമെൻറ്റ്സും ഒക്കെ ഡിജു അക്കോമഡേറ്റ് ചെയ്ത് തന്നെ എല്ലാം ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്നു. പിന്നെ വർക്ക് തുടങ്ങിയപ്പോഴേക്കും അനന്തുമായിരുന്നു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്, കോർഡിനേറ്റ് ചെയ്തതെല്ലാം. വർക്കെല്ലാം നമുക്ക് പറഞ്ഞ ടൈമിന് തന്നെ ഡെലിവറി ചെയ്തായിരുന്നു. പിന്നെ അതിന് പുറമെ ഡിജു നമുക്ക് ബാക്കിയെല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത കാര്യങ്ങൾ വരെ, ഇപ്പോൾ കർട്ടൻ ആയാലും എല്ലാം ഫേർണിച്ചറായാലും എല്ലാത്തിനും ഡിജു നമ്മുടെ ഒപ്പം വന്നിട്ട് നമ്മുടെ ഇൻറ്റീരിയറിന് സൂട്ടാവുന്ന തരത്തിൽ ഈവൻ കിച്ചണിലെ മാർബിൾ പോലും ഡിജു ഒപ്പം വന്നിട്ടാണ് എല്ലാം എടുത്തു തന്നതും. ഈ ഒരു തീമിന് അനുയോജ്യമായ രീതിയിൽ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് തന്നു. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു പ്ലേസാണ്. അതിന് ഇൻറ്റീരിയർ വർക്ക് മെയിൻ ഒരു റോളുണ്ട്. സോ അതുകൊണ്ട് ഡിജുവിനും അനന്തുവിനും ഷിത്തിനും പിന്നെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാ വർക്കേഴ്സിനും, ചേട്ടന്മാർ എല്ലാവരും പേരെടുത്ത് പറയാൻ ഓർക്കുന്നില്ല, പക്ഷേ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അറിയിക്കും.